ഇന്ത്യക്കെതിരെ വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്നും ആണവയുദ്ധം നടത്തുമെന്നും പാക് സൈനിക മേധാവി അസീം മുനീർ പറയുന്നു. ഫ്ലോറിഡയിലെ ടാംബയിൽ അമേരിക്ക US ജനറലിൻ്റെ യാത്രയപ്പ് യോഗത്തിലായിരുന്നു വിവാദമായി പ്രസ്താവന ഈ മുനീർ നടത്തിയത്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ന്യൂ ജേഴ്സിയിൽ നിന്ന് ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയിലാണെന്ന് തോന്നും ഇന്ത്യൻ സമയം ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. ഒരുപക്ഷെ ഈ പാകിസ്ഥാൻ്റെ മനസ്സെങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവന കൂടിയാണിത്. പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ രാത്രിയിലാണ് ഈ അത്താഴവിരുന്ന് നടന്നത്. പക്ഷേ ഈ വാർത്ത വളരെ വൈകിയാണ് ദ പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു മീഡിയയാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആദ്യമായിട്ട്. പക്ഷേ ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്ത് സമാധാനത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഒരു വശത്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഈ യുദ്ധങ്ങൾ പറഞ്ഞു തീർക്കാൻ ഇടപെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയായ മാഴേലഗോയിൽ നിന്ന് ഏതാണ്ട് 3 മണിക്കൂർ അപ്പുറമുള്ള ടാംബ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അത്താഴവിരുന്ന് നടക്കുമ്പോൾ അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ടാണ് മറ്റൊരു രാജ്യത്തെ സൈനിക മേധാവി ലോകത്തിന്റെ പകുതിയോളം എടുത്തുകൊണ്ട് പോകും ആണവ യുദ്ധത്തിലൂടെ എന്നൊക്കെ പറയുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ ഈ ഇന്ത്യക്കെതിരെയുള്ള വിവാദ പരാമർശങ്ങൾ ഈ ടാംബയിൽ നടന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. US മിലിറ്ററി സെൻട്രൽ കമാൻഡർ ആയിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ച ഒരു ജനറൽ മൈക്കിൾ കുഴലിന്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് ഒരു വ്യവസായിയുടെ, അതായത് അദ്നാൻ അസാദ് എന്ന് പറയുന്ന വ്യവസായിയുടെ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. ഇദ്ദേഹം പാകിസ്ഥാന്റെ ഒരു നയതന്ത്ര പ്രതിനിധിയായിട്ടൊക്കെ ചുമതലകൾ വഹിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു ഭീഷണി വന്നാൽ ആ മേഖലയിൽ ആണവ യുദ്ധത്തിന് മടിക്കില്ല എന്നാണ് അസീം മുനീർ ഇന്നലെ പറഞ്ഞത്. ഇനി അഥവാ ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ തോറ്റ് താഴോട്ടൊക്കെ ആണെങ്കിൽ ആ പോകുന്ന വഴിക്ക് ലോകത്തിന്റെ പകുതിയും കൊണ്ട് പോയിരിക്കും. ഇന്ത്യൻ സമ്പദ്ഘടനയെ അദ്ദേഹം ശരിക്കും പരിഹസിച്ചിരുന്നു. തിളങ്ങുന്ന ഒരു മേഴ്സിഡസ് ബെൻസ് പോലെയുള്ള ഇന്ത്യൻ എക്കണോമി പാകിസ്ഥാന്റെ മെറ്റൽ നിറച്ച ഒരു ലോറിയുമായി കൂട്ടിയിടിച്ചാൽ മേഴ്സിഡസിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മുകേഷ് അംബാനിയുടെ പടമൊക്കെ കാണിച്ചായിരുന്നു ഈ പരിഹാസം. അതുപോലെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കിഴക്കൻ മേഖലയിൽ നിന്നായിരിക്കും പാകിസ്ഥാൻ തിരിച്ചടി തുടങ്ങുക എന്ന് പറഞ്ഞു. അത് തുടർന്ന് അങ്ങ് പടിഞ്ഞാറോട്ട് നീങ്ങും. ഈ ആണവ ഭീഷണിക്ക് ശേഷം അദ്ദേഹം സിന്ധു നദീജലം വിഷയങ്ങൾ എടുത്തിട്ടു. സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ചുള്ള വിഷയം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത് ഈ കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഏതാണ്ട് 250 ദശലക്ഷം ആൾക്കാരിൽ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നു. ഇന്ത്യ ഒരു അണക്കെട്ട് പണിയുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും. അങ്ങനെ ആ അണക്കെട്ട് പൂർത്തീകരിക്കുന്ന നിമിഷത്തിൽ തന്നെ 10 മിസൈലുകൾ ഉപയോഗിച്ച് നശിപ്പിക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബ സ്വത്തല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ താരിഫ് വിവാദവും അദ്ദേഹം പരാമർശിച്ചു. ഇന്ത്യയും US തമ്മിലുള്ള ഈ നയതന്ത്ര പ്രശ്നങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചുവെന്നും എതിരാളികളായ ശക്തികളെ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്നൊക്കെ പാകിസ്ഥാന് മാസ്റ്റർ ക്ലാസുകൾ നൽകേണ്ടിയ ഒരു അവസ്ഥ വരികയാണെന്ന ഒരു തമാശ രീതിയിലായിട്ട് ഇദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ടാംബയിലെ ഈ ബ്ലാക്ക് ടൈ ഡിന്നറിന് ക്ഷണിക്കപ്പെട്ടവർ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിജിറ്റൽ ഉപകരണങ്ങളോ ഒന്നും കൊണ്ടുവരുവാൻ അനുവാദമില്ലായിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത നിരവധി പേരുടെ പേരിൽ നിന്ന് സംസാരിച്ചതിന്റെ ഇതിൽ നിന്നാണ് ഈ പ്രസംഗം പ്രിന്റ് എന്ന് പറയുന്ന ഈ മാധ്യമം പുറത്തുവിട്ടത്. ഇത് സംബന്ധിച്ചുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടുമില്ല. SKN. താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.